നമസ്തേ. ഇന്ത്യയുടെ പുതിയ എഞ്ചിനീയറിംഗ് അത്ഭുതം. ആദ്യ അണ്ടർ വാട്ടർ റെയിൽവേ ടണലിന് ഭീമൻ TBMകൾ ഒരുങ്ങുന്നു. അടിസ്ഥാന സൗകര്യ വികസന രംഗത്ത് ഇന്ത്യ മറ്റൊരു ചരിത്ര നേട്ടത്തിലേക്ക് നീങ്ങുകയാണ്. നദിക്കടിയിലൂടെയുള്ള രാജ്യത്തെ ആദ്യ അണ്ടർ വാട്ടർ റെയിൽവേ ടണൽ പദ്ധതിക്കായി ഉപയോഗിക്കുന്ന ഭീമൻ ടണൽ ബോറിംഗ് മെഷീനുകൾ ഇന്ത്യയിൽ തന്നെ അസംബിൾ ചെയ്തിരിക്കുകയാണ്. 3000 ടണിലധികം ഭാരമുള്ള ഈ അത്യാധുനിക യന്ത്രങ്ങൾ ഇന്ത്യയുടെ എഞ്ചിനീയറിംഗ് ശേഷിയുടെയും സാങ്കേതിക മുന്നേറ്റത്തിന്റെയും പുതിയ തെളിവായാണ് വിലയിരുത്തപ്പെടുന്നത്. ഒരു കാലത്ത് ലോകത്തിലെ ഏറ്റവും സങ്കീർണമായ നിർമ്മാണ പദ്ധതികൾ വിദേശ സാങ്കേതിക വിദ്യകളെ മാത്രം ആശ്രയിച്ചിരുന്ന ഇന്ത്യ ഇന്ന് അതേ നിലവാരത്തിലുള്ള വൻകിട പദ്ധതികൾ സ്വന്തം കഴിവിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഘട്ടത്തിലെത്തിയിരിക്കുകയാണ്. ടണൽ ബോറിംഗ് മെഷീൻ അഥവാ TBM എന്നത് ഭൂമിക്കടിയിലും ജലാശയങ്ങൾക്കടിയിലും സുരക്ഷിതമായി തുരങ്കങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോകത്തിലെ ഏറ്റവും ആധുനിക നിർമ്മാണ ഉപകരണങ്ങളിൽ ഒന്നാണ്. സാധാരണയായി ഒരു വലിയ തുരങ്കം നിർമ്മിക്കുമ്പോൾ മണ്ണിന്റെയും പാറയുടെയും സ്വഭാവം വലിയ വെല്ലുവിളിയാണ്. എന്നാൽ TBM യന്ത്രങ്ങൾ അതിനായി പ്രത്യേകമായി രൂപകൽപ്പന ചെയ്തവയാണ്. മുന്നിലുള്ള കട്ടിയേറിയ പാറകളും മണ്ണും മുറിച്ചു നീക്കുന്നതിനൊപ്പം ഒരേ സമയം ടണലിലെ ഭിത്തികൾക്ക് ആവശ്യമായ സുരക്ഷാ സംവിധാനങ്ങളും ഇവയൊരുക്കുന്നു. മെട്രോ റെയിൽ, ഹൈവേ ടണലുകൾ, റെയിൽവേ പദ്ധതികൾ തുടങ്ങിയ ലോകമെമ്പാടുമുള്ള വലിയ അടിസ്ഥാന സൗകര്യ പദ്ധതികളിൽ TBMകൾ നിർണായക പങ്കാണ് വഹിക്കുന്നത്. നദിക്കടിയിലൂടെയോ ജലാശയത്തിനടിയിലൂടെയോ റെയിൽ പാത നിർമ്മിക്കുക എന്നത് വളരെ വലിയ സാങ്കേതിക വെല്ലുവിളിയാണ്. ജലസമ്മർദ്ദം, മണ്ണിന്റെ ഘടന, സുരക്ഷാ മാനദണ്ഡങ്ങൾ തുടങ്ങിയ നിരവധി കാര്യങ്ങൾ കൃത്യമായി നിയന്ത്രിക്കേണ്ടതുണ്ട്. എന്നാൽ ഇന്ത്യ ഈ വെല്ലുവിളി ഏറ്റെടുത്ത് പുതിയൊരു ചരിത്രം സൃഷ്ടിക്കുകയാണ്. രാജ്യത്തെ ആദ്യ അണ്ടർ വാട്ടർ റെയിൽവേ ടണൽ പദ്ധതിക്കാണ് ഈ 2 ഭീമൻ TBM യന്ത്രങ്ങളും ഉപയോഗിക്കുന്നത്. പദ്ധതിയുടെ പൂർത്തീകരണത്തോടെ നഗര ഗതാഗത മേഖലയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. യാത്രാ സമയം കുറയ്ക്കാനും ഗതാഗത തിരക്ക് നിയന്ത്രിക്കാനും ഈ പദ്ധതി സഹായകമാകും. ഓരോ TBM യന്ത്രത്തിനും 3000 ടണ്ണിലധികം ഭാരമുണ്ട്. നിരവധി നില കെട്ടിടങ്ങളുടെ വലിപ്പത്തിന് സമാനമായ ഈ യന്ത്രങ്ങൾ ആയിരക്കണക്കിന് ഘടനകൾ ചേർത്താണ് നിർമ്മിച്ചിരിക്കുന്നത്. മുന്നിലുള്ള മണ്ണും പാറയും തുരന്നു നീങ്ങുന്ന കട്ടിംഗ് ഹെഡ്, മണ്ണ് നീക്കം ചെയ്യുന്ന സംവിധാനങ്ങൾ, ടണലിന്റെ സുരക്ഷ ഉറപ്പാക്കുന്ന ഘടനകൾ, അത്യാധുനിക സെൻസറുകൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. മനുഷ്യന്റെ കൃത്യതയെ മറികടക്കുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന ഈ യന്ത്രങ്ങൾ കമ്പ്യൂട്ടർ നിയന്ത്രിത സംവിധാനങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഓരോ ഘട്ടത്തിലും യന്ത്രത്തിന്റെ സ്ഥാനം, തുറക്കുന്ന ദിശ, മണ്ണിന്റെ അവസ്ഥ എന്നിവ നിരീക്ഷിച്ച് കൃത്യമായ രീതിയിൽ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നതാണ് ഈ ഭീമൻ യന്ത്രങ്ങളുടെ പ്രത്യേകതകൾ. ഈ പദ്ധതിയുടെ മറ്റൊരു പ്രധാന വശം ഇന്ത്യയിലെ സാങ്കേതിക ശേഷിയുടെ വളർച്ചയാണ്. വലിയ അടിസ്ഥാന സൗകര്യ പദ്ധതികൾക്ക് ആവശ്യമായ യന്ത്രങ്ങളും സംവിധാനങ്ങളും രാജ്യത്തിനകത്ത് തന്നെ അസംബിൾ ചെയ്യാൻ കഴിയുന്നത് നിർമ്മാണ മേഖലയിലെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതാണ്. ഇത് വെറും ഒരു റെയിൽവേ പദ്ധതി മാത്രമല്ല, ഇന്ത്യയുടെ ഭാവിയിലെ മെട്രോ, റെയിൽ, റോഡ് ടണൽ പദ്ധതിക്ക് പുതിയ സാധ്യതകൾ തുറക്കുന്ന ഒരു മാതൃക കൂടിയാണ്. അണ്ടർ വാട്ടർ റെയിൽവേ ടണൽ പദ്ധതി പൂർത്തിയാകുമ്പോൾ അത് ഒരു ഗതാഗത സൗകര്യം മാത്രമല്ല, ഇന്ത്യയുടെ എഞ്ചിനീയറിംഗ് കഴിവിന്റെ ഒരു പ്രതീകമായി മാറും. ലോകത്തിലെ ഏറ്റവും സങ്കീർണമായ നിർമ്മാണ വെല്ലുവിളികൾ ഏറ്റെടുക്കാൻ ഇന്ത്യക്ക് കഴിയുമെന്ന് തെളിയിക്കുന്ന മറ്റൊരു നേട്ടമായി ഈ പദ്ധതി മാറുകയാണ്. സ്വദേശീയ കഴിവുകളും ആധുനിക സാങ്കേതിക വിദ്യയും ഒന്നിക്കുന്ന ഈ മുന്നേറ്റം ഇന്ത്യയുടെ അടിസ്ഥാന സൗകര്യ വികസന യാത്രയിൽ ഒരു പുതിയ അധ്യായം കുറിക്കുകയാണ്.